Good morning, students. Question Nokiko. What is the probability that a leap year selected at random will contain 53 Sundays? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ലീപ്പ് ഇയറിൽ 53 സൺഡേസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കണം ഒരു ലീപ്പ് ഇയറിൽ എത്ര ഡേയ്സ് ആണ് ഉണ്ടാവുക. ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം 365 ഡേയ്സ് ആണ്. അപ്പോൾ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ 29 ഡേയ്സ് വരുന്ന ഇയർ ആണ് നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ലീപ്പ് ഇയറിൽ നമുക്ക് 366 ഡേയ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ 366 ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്ര വീക്സ് ഉണ്ടാവും നോക്കാം. 366 ഡിവൈഡഡ് ബൈ 7, ഒരു വീക്കിൽ 7 ഡേയ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 366 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 52.28 കിട്ടും. അപ്പോൾ അതായത് 52 വീക്സ് ആണ് ഉള്ളത്. ബാക്കി എത്ര ഡേയ്സ്? 52 വീക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ 52 വീക്സ് ഇനി എത്ര ഡേയ്സ് ആ പെൻഡിങ് ഉള്ളത്? 52 വീക്സ് ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 364 ഡേയ്സ് ആണ്. അതായത് നമ്മുടെ ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് അല്ലേ ഉള്ളത്. So that means that in that we have 52 weeks and 2 days. Okay. അപ്പോൾ 52 വീക്ക് എന്ന് പറയുമ്പോൾ 52 സൺഡേസ് ഉണ്ടാവും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടത് പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ ഹാവ് 53 സൺഡേസ് ആണ്. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ലീപ്പ് ഇയറിൽ 52 വീക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം 52 സൺഡേസ് എന്തായാലും ഉണ്ടാവും അല്ലേ. ഇനി നമുക്കറിയണം ഇനി ബാക്കി 2 ഡേയ്സ് ഉണ്ട്. ആ ഡേയ്സിൽ ഒരു ഡേ സൺഡേ വന്നാൽ മാത്രമേ 53 സൺഡേ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. നമുക്ക് നോക്കേണ്ടത് എന്താണ്? ആ 2 ഡേയ്സ് ഏതൊക്കെയായിരിക്കും നോക്കാം. അപ്പൊ ആ 2 ഡേയ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സൺഡേ മൺഡേ ആവാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, ഫ്രൈഡേ സാറ്റർഡേ ആവാം, സാറ്റർഡേ സൺഡേ ആവാം. ഇത്രയാണ് ഓപ്ഷൻസ്. അതായത് 7 പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഉള്ളത്. അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7. അപ്പോൾ ഇതിൽ സൺഡേ വരാനുള്ള പോസിബിലിറ്റി ആണ് നമുക്ക് 53rd സൺഡേ എന്നുള്ള ഓപ്ഷൻ കിട്ടുക. അപ്പോൾ ഈ പറഞ്ഞ 7 പോസിബിലിറ്റീസിൽ സൺഡേ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യത്തെ കേസ് സൺഡേ മൺഡേ. അപ്പോൾ ആ 2 ഡേയ്സ് സൺഡേ മൺഡേ ആണെങ്കിൽ അപ്പോൾ ഒരു ഡേ സൺഡേ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൺഡേ ട്യൂസ്ഡേ പറ്റില്ല, ട്യൂസ്ഡേ വെനസ്ഡേ പറ്റില്ല, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, ലാസ്റ്റ് സാറ്റർഡേ സൺഡേ. അപ്പൊ 2 ഓപ്ഷൻ ആണ് സൺഡേ വരാനുള്ള പോസിബിലിറ്റി. അതായത് നമ്മുടെ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് 2ഉം ടോട്ടൽ നമ്പർ ഓഫ് കേസ് 7ഉം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 സൺഡേസ് എത്രയായിരിക്കും? 2/7. ബിക്കോസ് 52 സൺഡേ ഓൾറെഡി നമുക്കറിയാം ഫിക്സ്ഡ് ആണെന്നുള്ളത്. ആ ഒരു സൺഡേ കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ ഒരു സൺഡേ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് 2/7. നെക്സ്റ്റ് ഒരു നോട്ട് പോലെ എഴുതിയെടുക്കുക. സപ്പോസ് the favorable number of cases for an event A is M and unfavorable number of cases is N, then we can say odds in favor of that event are M to N and odds against the event are N to M. Then probability of the event is equal to M divided by M plus N. ഇവിടെ നമുക്കിങ്ങനെ ഓഡ്സ് ഇൻ ഫേവറും എഗെയിൻസ്റ്റും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. If odds in favor of A solving a problem are 2 to 3 and odds against B solving the problems are 3 to 5, find the probability for number 1 A solving the problem and number 2 B solving the problem. അപ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നത് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ സോൾവിങ് ദ പ്രോബ്ലം 2 to 3 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായത് എ സോൾവിങ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ M to N ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ M to N എന്ന് പറയുമ്പോൾ M is 2 and N is 3. അപ്പൊ പ്രോബ്ലം ഓഫ് എ സോൾവിങ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ P of A is equal to M divided by M plus N. M divided by M plus N. M എന്താണ്? 2. 2 divided by 2 plus 3, that is 2/5.
and odds against B solving same problem are 3 to 5. അപ്പോൾ ഓഡ്സ് എഗെയിൻസ്റ്റ് ദ ഇവന്റ് ആർ n to m ആണ്. അപ്പോൾ ഈ 3 to 5 എന്ന് പറയുമ്പോൾ n to m ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 3, m എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ പ്രോബ്ലം ബി സോൾവിങ് ദ പ്രോബ്ലം പി ഓഫ് ബി ഈസ് ഈക്വൽ ടു ഇവിടെ m എത്രയാണ്? m 5 ആണ്. 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3 ദാറ്റ് ഈസ് 5/8. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There are 17 balls numbered from 1 to 17 in a bag. If a person selects one at a random, what is the probability that the number printed on the ball be an even number greater than 9? അപ്പോൾ 17 ബോൾസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ 17 അതിൽ ഓരോ ബോളും 1 to 17 നമ്പേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആ ബോളിൽ 9 മുകളിലുള്ള ഈവൻ നമ്പേഴ്സ് എത്ര ഉണ്ട് പ്രിന്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് 9 ഗ്രേറ്റർ ദാൻ 9 ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിക്കോസ് അതാണ് നമ്മുടെ ഫേവറബിൾ നമ്പർ വരുന്നത്. അപ്പോൾ 9 കഴിഞ്ഞിട്ട് വരുന്ന ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10, 12, 14, 16, 17 നമ്പേഴ്സ് വരെയാണുള്ളത്. അപ്പോൾ ഇത് 4 എണ്ണാണ് വരുന്നത്. ഫേവറബിൾ നമ്പർ എത്രയാണ്? 4 ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ നമ്പർ എത്രയാണ്? 17 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് the number printed on the ball be an even number greater than 9 is equal to favorable number 4 divided by 17. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 4/17. നെക്സ്റ്റ് നോക്കാം. നമ്മൾ ക്ലാസിക്കൽ ഡെഫിനേഷൻസ് ഓഫ് പ്രോബബിലിറ്റി ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ഓർ empirical probability or statistical probability or a posteriori probability. ഇവിടെ പറയുന്നത് ഒരു റാൻഡം എക്സ്പീരിയൻസ് കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ സെയിം കണ്ടീഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതേ ഈവന്റ് തന്നെ റിപ്പീറ്റഡ് നമ്പർ ഓഫ് ട്രയലിൽ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. That is, if we repeat a random experiment a greater number of times under essentially same condition, limit of the ratio of number of times that an event happen to the total number of trials as the number of trial increases indefinitely is called as probability of happening of that event. So here P of A, probability of occurrence of that event, is equal to limit n tends to infinity f divided by n. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ number of repetition of the experiments ആണ്. ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ഇവന്റ് എ ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി. റിപ്പീറ്റഡ്ലി നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ഇവന്റ് എ ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി, അതാണ് എഫ്. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഇസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുക നോട്ട് റിലേറ്റഡ് ടു ദാറ്റ്. ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് a distribution of wages of 1,200 workers. First column, wage in rupees, 100 to 120, 120 to 140, 140 to 160, 160 to 180, 180 to 200, 200 to 220, 220 to 240. And number of workers, 10, 100, 500, 320, 175, 53, 42. Find the probability that a worker selected has a wage, number 1, under 140, number 2, above 200, number 3, between 140 and 200. First one, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിവിടെ 1,200 വർക്കേഴ്സ് ആണുള്ളത്. അവരുടെ വേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ടേബിൾ ഫോമിൽ തന്നിട്ടുള്ളത്. വേജസും ആ കാറ്റഗറിയിൽ വരുന്ന വേജസിൽ എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി അണ്ടർ റുപ്പീസ് 140, അതായത് നമ്മൾ സെലക്ട് ചെയ്ത വർക്കേഴ്സിന്റെ വേജ് 140നേക്കാൾ കുറവ്. സോ പ്രോബബിലിറ്റി വേജസ് അണ്ടർ 140. വേജസ് അണ്ടർ 140 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലാസ് 100 to 120 ആണ്, അത് 140നേക്കാൾ കുറവാണ്. പിന്നെ 120 to 140, അപ്പോൾ അതും 140 വരെയാണ്. അപ്പൊ അണ്ടർ 140 എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം കൂടി വരുന്നതാണ് അണ്ടർ 140 വരുന്നത്. So probability that wages under 140 എന്ന് പറയുമ്പോൾ
100 plus 10 divided by 1200. That is 110 by 1200. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് വേജസ് എബോവ് 200. അപ്പൊ എബോവ് 200 എന്ന് പറയുമ്പോൾ ഇത് 180 to 200 ആണ്. അപ്പൊ ഇതിന് മേലെ ഉള്ളതാണ് എബോവ് 200. ഈ രണ്ട് കാറ്റഗറി. അപ്പൊ ഈ രണ്ട് വേജസിൽ ഫ്ലോ ചെയ്യുന്ന വർക്കേഴ്സിന്റെ നമ്പർ ആണ് നമ്മുടെ ഫേവറബിൾ നമ്പേഴ്സ്. 53 plus 42 divided by 1200. That is 95 by 1200. And last one is between 140 and 200. So between 140 എന്ന് പറയുമ്പോൾ ഇതും മുതൽ ഇതുവരെയുള്ള ഇത്രയുമാണ് 140 to 200 ഇടയിൽ വേജസ് സ്കോർ ചെയ്യുന്ന വർക്കേഴ്സിന്റെ നമ്പർ. ദാറ്റ് ഈസ് 500 plus 320 plus 175 divided by 1200. That is equal to 995 by 1200. Okay. Then next we can discuss about the axiomatic approach to probability. ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഒരു റാൻഡം എക്സ്പീരിയൻസിന്റെ സാമ്പിൾ സ്പേസ് ലെറ്റ് ഇറ്റ് ബി എസ് ആൻഡ് അവിടെ നമ്മൾ എടുക്കുന്ന ഇവന്റ് ദാറ്റ് ബി എ. സോ ദാറ്റ് വി കൻ സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ആൻഡ് ഇവിടെ നമ്മൾ റിയൽ നമ്പറുമായിട്ട് ഇവന്റിനെ റിലേറ്റ് ചെയ്യാണ് അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. That is P of A will be called as probability of A if it satisfies the following 3 axioms. First axiom പറയുന്നത് P of A real number ആണ് such that P of A is greater than or equal to 0 for every A subset of S. Second condition, axiom 2 is P of S is equal to 1. The S എന്ന് പറഞ്ഞാൽ sample space. And axiom 3, that is P of A union B is equal to P of A plus P of B, where A and B are two non-intersecting subset of S. So this is what is explained in axiomatic approach of probability. Next we can move on to the additional rule of probability. നമുക്ക് അഡീഷണൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് പ്രോബബിലിറ്റിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി പഠിക്കാം. അപ്പോൾ അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി പറയുമ്പോൾ നമ്മൾ 2 ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ഈവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ള കണ്ടീഷനിലും മറ്റൊന്ന് ഈവൻസ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ഇപ്പൊ 2 ഈവൻസ് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ അത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണെങ്കിൽ as per additional rule P of A union B is equal to P of A plus P of B. Mutually exclusive event ആണെന്നുണ്ടെങ്കിൽ P of A union B is equal to P of A plus P of B if A and B are disjoint sets. And if it is not mutually exclusive ആണെങ്കിൽ P of A union B is equal to P of A plus P of B minus P of A intersection B. ഇപ്പോൾ 2 ഫോർമുലയാണ് നമുക്ക് അഡീഷണൽ റൂളിൽ വരുന്നത്. ഒന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ P of A union B is equal to P of A plus P of B. And if A and B are not mutually exclusive, P of A union B is equal to P of A plus P of B minus P of A intersection B. Okay. Question note. If A and B are 2 mutually exclusive events and P of A 0.45, P of B 0.35. Find P of A or B. A or B എന്ന് പറഞ്ഞാൽ A union B. P of A union B നമുക്കറിയാം ഫോർമുല P of A plus P of B മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ P of A plus P of B that is 0.45 plus 0.35 is equal to 0.8. അടുത്തത്, a card is drawn at random from an ordinary pack of 52 cards. Find the probability that card drawn is either spade or diamond. അപ്പോൾ നമുക്ക് സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എ ആയിട്ടും ഡയമണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി ബി ആയിട്ടും എടുക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് സ്പേഡ് ഓർ ഡയമണ്ട് എന്ന് പറയുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി. അപ്പം നമുക്കറിയാം ഒരു കാർഡിൽ 52 കാർഡ്സ് ആണ്, അതിൽ സ്പേഡിലും ഡയമണ്ടിലും കോമൺ ആയിട്ട് ഒന്നും വരുന്നില്ല, അതായത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അപ്പോൾ സ്പേഡ് കാർഡ്സ് മൊത്തം 13ഉം ഡയമണ്ട് കാർഡ്സും 13ആണ്. അപ്പോൾ ഒരു സ്പേഡ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 13 divided by 52. ആൻഡ് ഒരു ഡയമണ്ട് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 13 divided by 52. So P of A union B, P of A plus P of B is equal to 13 by 52 plus 13 by 52, that is 26 by 52 is equal to 1 by 2. അടുത്തൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. A bag contains 4 white, 2 black, 3 yellow and 3 red balls. What is the probability of getting a white or red ball at a random in a single row of